a new class of Jolly Tutorials. ഇന്ന് നമ്മൾ ക്ലാസ് 10th ഫിസിക്സിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ ആയിരുന്നു. സോ വി വർ ഡീലിംഗ് വിത്ത് സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് വി വർ സ്റ്റഡിങ് അബൌട്ട് ദ റൂൾസ്. ഒരു ഡയഗ്രാം എങ്ങനെ വരയ്ക്കണം, അപ്പം റേ പോകുന്ന പാത്ത് ഏതാ, അതിൻ്റെ 4 റൂൾസ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ക്ലാസ്സിൽ നമ്മളൊരു കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് 6 കേസസ് ഉണ്ട്, 6 റേ ഡയഗ്രാംസ് ആൻഡ് അതിൻ്റെ പൊസിഷൻ, നേച്ചർ, സൈസ് എല്ലാം നമ്മളിതിനകത്ത് പഠിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് ദ ഫസ്റ്റ് കേസ്, ഇത് നിങ്ങൾ ഓർത്ത് ഇരിക്കാനായിട്ടൊരു ടെക്നിക്കും ഉണ്ട്. സോ വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. സോ ദ ഫസ്റ്റ് കേസ് ഇൻ ദ ഇമേജ് ഫോർമേഷൻ ബൈ എ കോൺകേവ് മിറർ ഇസ് ദാറ്റ് ഇത് നമ്മളുടെ കോൺകേവ് മിറർ. ഓക്കെ, നമ്മളുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് അറ്റ് ഇൻഫിനിറ്റിയാണ്. ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി എന്നൊക്കെ പറയുമ്പം ഇപ്പം സൺ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ദാറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി വെൻ വി യൂസ് എ ലാർജ് കോൺകേവ് മിറർ. സോ അറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എപ്പോഴും പാരലൽ റേസ് ആയിരിക്കും. നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരത്തുള്ളൂ. n നമ്പർ ഓഫ് റേസ് വരും, കുറേ നമ്പർ ഓഫ് റേസ് വരും. പക്ഷെ നമ്മുടെ റേ ഡയഗ്രാം നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ 2 റേസ് ആണ് എല്ലാ ഡയഗ്രത്തിനകത്തും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഷുഡ് ബി ഓൾവേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലൈറ്റ് റേ. അത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് വന്ന് ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസിൽ കൂടെ പോകും. നമ്മൾ പഠിച്ച റൂളായിരുന്നു, ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. നൗ അപ്പോൾ ഫസ്റ്റ് ലൈറ്റ് റേ ഇങ്ങനെ വന്നു, റിഫ്ലക്ട് ചെയ്തു, ഫോക്കസിൽ കൂടെ പോയി. സെക്കൻഡ് ലൈറ്റ് റേ ഇങ്ങനെ വന്നു, റിഫ്ലക്ട് ചെയ്തു, ഫോക്കസിൽ കൂടെ പോയി. നമ്മൾ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ 2 ലൈറ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഈ 2 ലൈറ്റ് റേസിൻ്റെയും റിഫ്ലക്റ്റഡ് റേ വന്നിട്ട് ഇന്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് കേസിനകത്ത് ഈ 2 ഇത് ഒരു റിഫ്ലക്റ്റഡ് റേ, ഇത് രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേ. ഈ 2 റിഫ്ലക്റ്റഡ് റേയും വന്ന് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ ഫോക്കസ്. സോ ജനറലി ഏതൊരു റേ ഡയഗ്രാം വരച്ചാലും നമ്മൾ ഈ 6 കേസസ് നോക്കുമ്പം നമ്മുടെ റിഫ്ലക്റ്റഡ് റേ വന്ന് ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ലൈൻ വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഇപ്പം ഈ ഫസ്റ്റ് കേസിനകത്ത് 2 വന്ന് ജോയിൻ ആവുന്നത് ഫോക്കസിൽ തന്നെയാണ്, പ്രിൻസിപ്പൽ ആക്സിസിൽ തന്നെയാണ്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇസ് അറ്റ് ഇൻഫിനിറ്റി. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. ഇനി പൊസിഷൻ ഓഫ് ദ ഇമേജ്, ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞായിരുന്നു 2 റിഫ്ലക്റ്റഡ് റേയുടെയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ അറ്റ് ഫോക്കസ് എഫ്. ഇനി സൈസ് ഓഫ് ദ ഇമേജ് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടേം ആണ്. ഒന്ന് ഹൈലി ഡിമിനിഷ്ഡ് എന്നുവെച്ചാൽ ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ ചെറുത്, ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറുത്, ഒരു പോയിന്റ്, ഒരു കുത്ത് പോലെ, അങ്ങനെ വളരെ ചെറുത്. And another term which we use to mention the size of the image is point sized. വളരെ ചെറുതും ഒരു പോയിന്റ്, ഇത് നോക്ക്, ഈ ഒരു പോയിന്റ് ഇത്രയും സൈസേ ഉള്ളൂ നമ്മളുടെ ഈ ഫോക്കസിൽ ഫോം ചെയ്യുന്ന ഇമേജിന്റെ. Now nature of the image, it is real and inverted. ഞാനിത് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഒരു ഇമേജ് റിയൽ ആണെങ്കിൽ അത് എപ്പോഴും ഉറപ്പായിട്ടും ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആൻഡ് ഇറക്റ്റ് വരത്തില്ല. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. സോ ഈ ഫസ്റ്റ് കേസിനകത്ത് നമ്മളുടെ ഇമേജ് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. Now our second case is that when the object is placed beyond C. C എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ, F ഫോക്കസ്. സോ നമ്മളുടെ ഒബ്ജക്റ്റ് നേരത്തെ ഇൻഫിനിറ്റിയിലായിരുന്നു. ഓക്കെ, ഇനി ഒബ്ജക്റ്റിനെ ഞാൻ കുറച്ചും കൂടി ഇൻഫിനിറ്റിന്ന് അടുത്തോട്ട് ഇച്ചിരി കൊണ്ടുവന്ന് സിയുടെ പുറകിലാക്കി, ബിയോണ്ട് സി എന്നാ പറയുന്നത്. സോ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് ബിയോണ്ട് സി. ഞാൻ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ എല്ലാത്തിനകത്തും നമ്മൾ ആ 4 റൂൾസ് നമ്മൾ പഠിച്ചില്ലായിരുന്നോ, റിഫ്ലക്റ്റഡ് റേ എങ്ങനെ പോകും എന്നുള്ളതിന്റെ. ആ ഒരു കേസ് വെച്ചാണ് നമ്മൾ എല്ലാ ഡയഗ്രാമും വരയ്ക്കുന്നത്. സോ ഇവിടെ ഞാൻ ആദ്യം എടുക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ആദ്യം പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ലൈറ്റ് റേ വന്ന്
ഇവിടെ അത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആയിട്ട് ഇവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്യും. സോ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയതുകൊണ്ട് റിഫ്ലക്ട് ചെയ്യുന്ന റേ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. അത് നമ്മൾ പഠിച്ച റൂളാണ്. ഇനി അടുത്ത റേ ഞാൻ എടുക്കാൻ പോകുന്ന സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പാസ് ചെയ്യുന്ന റേ. നമ്മൾ പഠിച്ച റൂളായിരുന്നു, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഒരു ലൈറ്റ് റേ പാസ് ചെയ്താൽ അത് ഈ പോയിന്റ് വന്ന് തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഇറ്റ് റിഫ്ലെക്ട്സ് ബാക്ക്. സെയിം പാത്തിൽ കൂടെ അത് പുറകിലോട്ട് റിഫ്ലക്ട് ചെയ്യും. സോ ഈ ഒരു റേയുടെ ഇൻസിഡന്റ് റേയും ഇത് തന്നെയാണ്, റിഫ്ലക്റ്റഡ് റേയും ഇത് തന്നെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളൊരു ഇമേജ് എങ്ങനെ ഇമേജ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് റേസിന്റെ റിഫ്ലക്റ്റഡ് റേ എവിടെ ഏത് പോയിന്റിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം. അതാണ് നമ്മളുടെ ഇമേജ്. സോ ഈ കേസിൽ എൻ്റെ ഫസ്റ്റ് റേയുടെ റിഫ്ലക്റ്റഡ് റേ ഇതും എൻ്റെ സെക്കൻഡ് റേയുടെ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സെയിം തന്നെ. സോ ഈ രണ്ട് റേസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. അത് ഇത്രയുമാണ് നമ്മളുടെ അപ്പം ഇമേജ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ നെയിം ചെയ്യുന്നത് A', B' എന്ന. AB ഞാൻ കണ്ടു ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനിൽ ഒരു ആരോ വെച്ചിട്ട്, ഈ ആരോ ആണ് ഇതിന്റെ മുകൾ വശം ആൻഡ് ഈ താഴത്തെ പാർട്ട് ദിസ് A ഇസ് ദ മുകൾ വശം ആൻഡ് B ആണ് താഴത്തെ വശം. സോ വാട്ട് ദ തിങ് ഇസ് ദാറ്റ് ഇവിടെ ഈ പോയിന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലോട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. സോ നമ്മളുടെ ആരോ ഹെഡ് താഴെയാണ്. അതുകൊണ്ടാണ് ഇതാണ് നമ്മളുടെ മുകളിലത്തെ വശം A' ആൻഡ് B' ഇവിടെ പ്രിൻസിപ്പൽ ആക്സിസിൽ. സോ കൺസിഡറിങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് മനസ്സിലാവും ഇമേജ് തലകുത്തിയാണ് നിൽക്കുന്നത്. തല താഴെയും കാലും മുകളിലും ഇമേജിന്റെ അങ്ങനെയാണ് ഈ കേസിനകത്ത് വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇസ് ബിയോണ്ട് C. The position of image എവിടെയാ? C-ന്റെയും F-ന്റെയും നടുക്കല്ലേ. So this is between F and C. Now size of the image. Object ഇത്രയാണെങ്കിൽ image ഇത്രയാ, കുറച്ച് കുഞ്ഞതല്ലേ. So we write the size of image as diminished. Now nature of image. ഇത് നമ്മളുടെ മിററിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഫോം ചെയ്യുന്നത്. So this is a real image and ഇത് തലതിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് we say that this is inverted. So the nature of image is real and inverted. So എല്ലാ കേസിനകത്തും you have to remember which all rays are we using. നമ്മൾ വരയ്ക്കാനായിട്ട് ഏതൊക്കെ rays ആണ് യൂസ് ചെയ്യുന്നത്, രണ്ട് rays ഓർത്ത് വെക്കണം. കൂടാതെ ആ ഇമേജിനെ കുറിച്ചുള്ള ഈ 4 ഇൻഫർമേഷൻ നമ്മൾ എല്ലാ കേസിനകത്തും പഠിക്കണം. ഇത്ര മാത്രം പഠിച്ചാൽ മതി റേ ഡയഗ്രത്തിനകത്ത്, വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനായിട്ടില്ല. സോ ദാറ്റ്സ് ഹൗ വി ലേൺ. ഇനി നമ്മളുടെ തേർഡ് കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തേർഡ് കേസിനകത്ത് നമ്മളുടെ കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ്, നേരത്തെ സെക്കൻഡ് കേസിൽ ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആയിരുന്നു. തേർഡ് കേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ കറക്റ്റ് സിയിലാക്കി. ഈ ഒരു ഡയഗ്രാം എപ്പോഴും നമ്മൾ ഫ്രീ ഹാൻഡഡ്ലി വരയ്ക്കുമ്പോൾ നമ്മൾ മെഷർമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് മാറുമല്ലോ. നമ്മൾ കറക്റ്റ് പ്രൊട്രാക്ടറൊക്കെ വെച്ച് മെഷർ ചെയ്തിട്ടൊന്നും അല്ലല്ലോ നമ്മൾ വരയ്ക്കും. നമ്മൾ കൈ വെച്ചങ്ങ് നമ്മളുടെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് വരയ്ക്കുക. സോ ഈ ഒരു റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എല്ലാവർക്കും അത് എപ്പോഴും കറക്റ്റ് ആ ഒരു മെഷർമെന്റ് വരണമെന്ന് നിർബന്ധമില്ല. സോ ഇത് വരയ്ക്കാനായിട്ടുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ മിറർ വരയ്ക്കും, ഇതെല്ലാം മാർക്ക് ചെയ്യും, ഇത് ഏകദേശം സെയിം പോലെ നമ്മൾ മാർക്ക് ചെയ്യും. നമ്മളുടെ ഒബ്ജക്റ്റിനെ നമ്മൾ അറ്റ് സി വരച്ചു, ഇതിന് പേര് കൊടുക്കും AB. ഇനി ഈ സീനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുവാണ്, ഇതാണ് നമ്മുടെ പോയിന്റ് C. ഇനി ഈ ഒരു കേസിനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഈ ഇമേജ് വരാൻ പോകുന്നത് നേരത്തെ ബിറ്റ്വീൻ C ആൻഡ് F ആയിരുന്നു. ഇനി ഇപ്പൊ ഇമേജ് വരാൻ പോകുന്നതും അറ്റ് C തന്നെയാണ്. നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ് എത്രയാണോ അത്രയും തന്നെയാണ് നമ്മുടെ ഇമേജിന്റെ സൈസ്. സോ ഏകദേശം ഇങ്ങനെ ഇവിടെ കുറച്ചും കൂടെ നീട്ടി ഏകദേശം സെയിം ആയില്ലേ. ഇത് വരയ്ക്കാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആക്ച്വലി നമ്മൾ റേസ് വെച്ച് വരച്ചിട്ട് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അവിടെ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഇമേജ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ഒരു റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഒക്കെ തന്നെ തെറ്റാറുണ്ട്. അതായത് കറക്റ്റ് ഈ സെയിം സൈസിൽ അല്ലെങ്കിൽ സെയിം ഈ പോയിന്റിൽ തന്നെ ഇന്റർസെക്ഷൻ വരേണ്ടത്. സോ നമ്മൾ ഈ തേർഡ് കേസ് വരയ്ക്കാനായിട്ടുള്ളൊരു ട്രിക്കാണ് ഞാനിപ്പം പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പം ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് വരച്ചു അറ്റ് സി. നമുക്കറിയാം ഇമേജും അറ്റ് സി തന്നെ വരാൻ പോകുന്നത്, നമ്മൾക്കത് മനസ്സിൽ നമ്മളത് പഠിച്ചു വെക്കണം.
സോ അത് ഏകദേശം സെയിം സൈസ് പോലെ നമ്മൾ വരച്ചു വെക്കും എ ഡാഷ് ബി ഡാഷിന്. ഇനി ഇതനുസരിച്ച് നമ്മൾ നമ്മുടെ റേസിനെ വരയ്ക്കാനുണ്ട്. ഫസ്റ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കണം. സോ ഇത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. എന്നിട്ട് ഇത് റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിൽ കൂടെ പോയിട്ട് ഇത് ഈ പോയിന്റിലും കൂടെ മുട്ടണം. അതനുസരിച്ച് നമ്മൾ വരയ്ക്കണം. സോ ഇതിങ്ങനെ ഓക്കെ. സോ നമ്മളുടെ ഫസ്റ്റ് റിഫ്ലക്റ്റഡ് റേ എത്തി. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ടീച്ചേഴ്സൊക്കെ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പം അവർ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ അവർ കുറച്ചൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മാറിപ്പോൾ അപ്പം അത് കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം ശരിക്കും ഇത് എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എക്സാമിലൊക്കെ വരയ്ക്കേണ്ടത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് കിട്ടേണ്ട ആൻസർ നമ്മളങ്ങ് വരച്ച് വെക്കും. എന്നിട്ട് അതനുസരിച്ച് ആ പോയിന്റിലോട്ട് എത്തിക്കുന്ന പോലെ നമ്മുടെ റിഫ്ലക്റ്റഡ് റേനെ നമ്മൾ വരയ്ക്കും. സോ ആദ്യത്തെ റേ ഞാൻ വരച്ചു, ഇത് ഇൻസിഡന്റ് റേയും ഇത് റിഫ്ലക്റ്റഡ് റേയും. ഇനി രണ്ടാമത്തെ റേ എന്ന് വെച്ചാൽ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു റേ. വെൻ ദ ഇൻസിഡന്റ് റേ പാസസ് ത്രൂ ഫോക്കസ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ എങ്ങനെയായിരിക്കും? ദ റിഫ്ലക്റ്റഡ് റേ വുഡ് ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇത് ഞാൻ ഫോക്കസിൽ കൂടെ വരയ്ക്കുക. ആൻഡ് ഇത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോണം. കണ്ടോ, എല്ലാത്തിനെയും കൊണ്ടൊന്ന് ഒപ്പിച്ച് വെച്ച്. സോ നോക്ക്, ഇത് നമ്മളുടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ഇതാണ് എ ഡാഷ്, ആരോ ഹെഡ് ഇങ്ങോട്ട്, ഇത് ബി ഡാഷ്. കറക്റ്റ് നമുക്ക് കിട്ടിയത് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ എക്സാമിനൊക്കെ കറക്റ്റ് ഡയഗ്രാം വരച്ചില്ലെങ്കിൽ നമുക്കത് ഒരു മാർക്ക് തരത്തില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് വരയ്ക്കേണ്ടത്. സോ അതും പ്രത്യേകിച്ച് ബാക്കി കേസൊന്നും കുഴപ്പമില്ല. ഈ തേർഡ് കേസ് നമുക്ക് കറക്റ്റ് ആയിട്ട് സെയിം സൈസിലും എക്സാക്ട്ലി അറ്റ് പോയിന്റ് സി കിട്ടാനും പാടാ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ ആദ്യം ശരിക്കും ഇതൊക്കെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ ട്രിക്കാണ്, ഒരു ഷോർട്ട് ട്രിക്കാണ് എങ്ങനെ ഇത് കറക്റ്റ് ഡയഗ്രാം കിട്ടുന്നത്. പക്ഷെ ശരിക്കും നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാം. Our object is placed at this C, at the center of curvature. AB is the object. അതിന് ഫസ്റ്റ് നമ്മുടെ റേ വുഡ് ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ആ റേ ഇങ്ങനെ പാസ് ചെയ്ത് റിഫ്ലക്ട് ചെയ്തിട്ട് ഇറ്റ് പാസസ് ത്രൂ ദ ഫോക്കസ്. നമ്മുടെ സെക്കൻഡ് റേ ഞാൻ എടുക്കുന്നത്, ദ സെക്കൻഡ് റേ പാസസ് ത്രൂ ദ ഫോക്കസ്. ഇറ്റ് കംസ് ഹിയർ at the point of incidence, reflects and reflected ray എങ്ങനെയായിരിക്കും നമ്മൾ റൂളിൽ പഠിച്ചായിരുന്നു. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നെങ്കിൽ റിഫ്ലക്റ്റഡ് റേ വുഡ് ബി പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ഇത് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോകും. നമ്മളുടെ ഫസ്റ്റ് റിഫ്ലക്റ്റഡ് റേ ഇതാ, സെക്കൻഡ് റിഫ്ലക്റ്റഡ് റേ ഇതാ. ഈ രണ്ട് റേസും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ദിസ് ഇസ് ദ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിനോട്ട് ഞാനൊരു ലൈൻ വരയ്ക്കും. ആൻഡ് ഇതാണ് നമ്മളുടെ ഇമേജ്. ആരോ ഹെഡ് ഉണ്ട്, എ ഡാഷ് ബി ഡാഷ്. സോ ഇവിടെ നമ്മളുടെ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എന്താ? അറ്റ് സി. പൊസിഷൻ ഓഫ് ദി ഇമേജ് എന്താ? അതും അറ്റ് സി. സൈസ് ഓഫ് ദി ഇമേജ് എന്താ? നമ്മുടെ ഒബ്ജക്റ്റിന്റെ സെയിം സൈസ് തന്നെയല്ല, ചെറുതും വലുതും ഒന്നുമല്ല. സോ സൈസ് ഓഫ് ദി ഇമേജ് ഇസ് സെയിം സൈസ് ആസ് ദ ഒബ്ജക്റ്റ്. ഓക്കെ. നേച്ചർ ഓഫ് ദി ഇമേജ്, ഇത് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് റിയൽ ഇമേജ് ആൻഡ് ഓൾസോ തലതിരിഞ്ഞായതുകൊണ്ട് ഇറ്റ്സ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സോ ഇത് ഓർത്തിരിക്കണം ഈ കേസ്, കാരണം ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്. ബിക്കോസ് സെയിം സൈസ് ആണ്, സെയിം സൈസ് ആൻഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്നത് നമ്മളുടെ ഈ തേർഡ് കേസിലാണ്. വെൻ ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് കർവേച്ചർ. അടുത്ത നമ്മളുടെ ഫോർത്ത് കേസിനകത്ത് നമ്മൾ തേർഡ് കേസിൽ സെന്റർ ഓഫ് കർവേച്ചറിലായിരുന്നു ഒബ്ജക്റ്റ് ഇരുന്നത്. ഇനി ഞാൻ ഫോർത്ത് കേസിൽ നമ്മളുടെ ഒബ്ജക്റ്റിനെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും നടുക്കായിട്ട് വെച്ചു, ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ്. സോ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ലൈറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പോയിട്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേ ആണ്. ഇത് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ലൈൻ ആവണമായിരുന്നു, കുറച്ച് വളഞ്ഞു തിരിഞ്ഞു പോയി, സോറി. സോ ഇതിങ്ങനെ വന്നിട്ട് ഇൻസിഡന്റ് റേ ഇങ്ങനെ വരും, ഇവിടെ റിഫ്ലക്ട് ചെയ്തിട്ട് ഇത് റിഫ്ലക്റ്റഡ് റേ ഇങ്ങനെ പോകും. അതായത് സെക്കൻഡ് റേ ഞാൻ കൺസിഡർ ചെയ്യുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ലൈറ്റ് റേ ആണ്. സോ ഇവിടുന്ന് നമുക്കറിയാം സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ഉള്ള ലൈറ്റ് റേ ആകുമ്പോൾ സെയിം പാത്തിൽ കൂടെയാണ് റിഫ്ലക്ഷനും ഇൻസിഡന്റ് റേയും സെയിം പാത്തിൽ കൂടെ പോകും, റിഫ്ലക്റ്റഡ് റേയും സെയിം പാത്തിൽ കൂടെ പോകും. സോ ആ ലൈറ്റ് റേയും ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ രണ്ട് ലൈറ്റ് റേയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് ലൈൻ വരച്ചു. സോ ദിസ് ഇസ് ആർ ഇമേജ് എ ഡാഷ് ബി ഡാഷ്. Now, what is the position of the object between C and F? What is the position of the image? C യുടെ പുറകിലോട്ടില്ല, ഇൻഫിനിറ്റിയിലല്ല, പക്ഷെ C ന്റെ പുറത്ത്. So we can write this as beyond C.
Now, what is the size of the image? Object ഇത്രയാണെങ്കിൽ image ഇത്ര. So ഇത് ഒബ്ജക്റ്റിനേക്കാളും വലുതല്ലേ. So we can write it as enlarged. Enlarged. Now, nature of the image, ഇത് front of the mirror ഉണ്ടാവുന്നത് image and also it's തല തിരിഞ്ഞത്. So it's real and inverted. Now, ഇപ്പൊ നിങ്ങൾക്ക് ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ഫോർത്ത് കേസിൽ. പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു പഠിക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സെക്കൻഡ് കേസിനകത്ത് കണ്ടായിരുന്നു ഒബ്ജക്റ്റ് ബിയോണ്ട് സി ആയിരുന്നപ്പം, ഒബ്ജക്റ്റ് ഇവിടെ ആയിരുന്നപ്പം ഇമേജ് ഫോം ചെയ്ത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇപ്പം ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയപ്പം ഇമേജ് ഫോം ചെയ്തത് ബിയോണ്ട് സി ആ. അങ്ങനെ ഈ 6 കേസ് നമ്മൾ പഠിക്കുമ്പം 6 കേസും പെയർ ആയിട്ട് ഉണ്ടാകുന്നത്. സോ യു ക്യാൻ think and remember the position of the object and position of the image like that. Okay, like രണ്ടാമത്തെ കേസിൽ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരുന്നു ബിയോണ്ട് സി, അപ്പൊ ഇമേജ് ഉണ്ടായത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. നാലാമത്തെ കേസിൽ വന്നപ്പം ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അപ്പം ഇമേജ് എവിടെ ഉണ്ടായത് ബിയോണ്ട് സി. സോ ദാറ്റ്സ് ദ ഫോർത്ത്. ഇനി അടുത്ത നമ്മളുടെ ഫിഫ്ത്ത് കേസാണ്. ഫോർത്ത് കേസിനകത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പൊ അടുത്ത പോയിന്റ് ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് നമ്മളുടെ ഒബ്ജക്റ്റിനെ വെക്കുന്നത് അറ്റ് എഫ് ഫോക്കസിലാണ് ഈ പ്രാവശ്യം നമ്മളുടെ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. സോ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് light ray, it would be parallel to the principal axis. So after reflection it moves through the focus. അടുത്ത ലൈറ്റ് റേ ഞാൻ കൺസിഡർ ചെയ്യുന്നത് the one which is going through the center of curvature. അപ്പോൾ അതിന്റെ ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും സെയിം തന്നെയാണ്, അതും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ രണ്ട് റേസ് നോക്കിയാൽ നമുക്കറിയാം ഇത് ഇവിടെ എങ്ങും ജോയിൻ ചെയ്തില്ല, ഇത് അങ്ങ് പോയിട്ട് ഇൻഫിനിറ്റിയിലാണ്. ഇതിപ്പം പാരലൽ റേസ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ ഇതിന്റെ ഇമേജ് പോയി എന്നതിനെ ഫോം ചെയ്യാൻ പോകുന്നത് അറ്റ് ഇൻഫിനിറ്റി ആണ്. സോ ഇതിനകത്ത് നമുക്ക് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എവിടെയാ അറ്റ് എഫ്, പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെയാ അറ്റ് ഇൻഫിനിറ്റി. Now size of the image എന്താ highly enlarged. കാരണം ഒബ്ജക്റ്റ് ഇത്രേ ഉള്ളൂ, പക്ഷെ ഇൻഫിനിറ്റി പോയിട്ട് വലിയൊരു ഇമേജ് ഉണ്ടാകാൻ പോകുന്നു. സോ സൈസ് ഓഫ് ദി ഇമേജ് ഇസ് ഹൈലി enlarged. Now nature of the image എന്താ, ഇമേജ് മിററിന്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നത്, ആൻഡ് ഇൻഫിനിറ്റി പോയിട്ട് ഇത് തലതിരിഞ്ഞ ഇമേജ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. സോ നേച്ചർ ഓഫ് ദി ഇമേജ് ഇസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. So that's about the fifth case. പക്ഷെ ഈ കേസും ഫസ്റ്റ് കേസുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലേ. ഫസ്റ്റ് കേസിനകത്ത് നമ്മളുടെ ഒബ്ജക്റ്റ് ആയിരുന്നു അറ്റ് ഇൻഫിനിറ്റി, അപ്പം ഇമേജ് വന്ന് ഫോം ചെയ്തത് ഫോക്കസിലായിരുന്നു. ഫിഫ്ത്ത് കേസിനകത്ത് നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ വെക്കുന്ന അറ്റ് ഫോക്കസ്, അന്നേരം ഇമേജ് എവിടെയാണ് പോയി ഫോം ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി. സോ സെക്കൻഡ് വൺ ആൻഡ് ഫോർത്ത് വൺ തമ്മിൽ ലിങ്ക് ഉണ്ട്, അങ്ങനെ തന്നെ ഫസ്റ്റ് വൺ ആൻഡ് ഫിഫ്ത്ത് കേസ് തമ്മിലും ഒരു കണക്ഷൻ ഉണ്ട്. സോ യു ക്യാൻ റിമെമ്പർ ലൈക്ക് ദാറ്റ്. That's all about the fifth case. ഇനി നമ്മളുടെ ലാസ്റ്റ് സിക്സ്ത് കേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിക്സ്ത് കേസ് കുറച്ച് സ്പെഷ്യൽ ആണ്. ഇതിനകത്ത് സിക്സ്ത് കേസിനകത്ത് ഞാൻ ഒബ്ജക്റ്റ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഫോക്കസിന്റെയും പോളിന്റെയും നടുക്കായിട്ടാണ് ഇപ്പം ഞാൻ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് റേ നമ്മൾ ഫോർത്ത് റൂളിനകത്ത് പഠിച്ചതായിരുന്നു. പോളിൽ ഒരു ആംഗിളിൽ വന്ന് ഇൻസിഡന്റ് റേ വരുവാണെങ്കിൽ അതേ ആംഗിളിൽ കൂടെ റിഫ്ലക്റ്റഡ് റേ പോകുന്നു. സോ ഞാൻ ഇങ്ങനെ ഒരു റേ എടുത്തു, അത് പോളിൽ വന്ന് പോൾ ഇസ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദെൻ ഇറ്റ് റിഫ്ലെക്ട്സ് വിത്ത് ദ സെയിം ആംഗിൾ. ഇതെങ്ങനെ റിഫ്ലക്റ്റഡ് റേ പോകും. പിന്നെ ഞാൻ സെക്കൻഡ് കൺസിഡർ ചെയ്യുന്ന റേ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന റേ ആണ്. അത് നമുക്കറിയാം ഇൻസിഡന്റ് റേയുടെയും റിഫ്ലക്റ്റഡ് റേയുടെയും പാത്ത് സെയിം ആണ്. നമ്മൾ മിററിന്റെ ഫ്രണ്ടിൽ നോക്കിയാൽ ഈ രണ്ട് ലൈൻസ് എവിടെയും പോയി ജോയിൻ ചെയ്യുന്നില്ല എന്നറിയാം, കാരണം ഇതിങ്ങനെ ഡൈവേർജ് ചെയ്ത് ഇങ്ങനെ പോവാം. പക്ഷെ അങ്ങനെ ഒരു കേസിൽ ഈ റിഫ്ലക്റ്റഡ് റേസ് നമ്മൾ പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ, ബിഹൈൻഡ് ദ മിറർ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു പോയിന്റ് പോയത് ജോയിൻ ചെയ്യും. സോ ഈ ആദ്യത്തെ റിഫ്ലക്റ്റഡ് റേനെ ഞാൻ പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, രണ്ടാമത്തെ റിഫ്ലക്റ്റഡ് റേനെ ഞാൻ പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. രണ്ടും കൂടെ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്. അപ്പൊ ആ പോയിന്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിലോട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കണം. സോ ദിസ് ഇസ് ആർ ഇമേജ് A', B'. പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത, ആസ് ദിസ് ഇസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ, ഫ്രണ്ടിലാണെങ്കിലാണ് റിയൽ ഇമേജ് ആവുന്നത്, കോൺകേവ് മിററിന്റെ ബിഹൈൻഡിലാണെങ്കിൽ ദിസ് ഇസ് എ വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജിനെ നമ്മൾ കാണിക്കുന്നത് ഡോട്ടഡ് ലൈൻ വെച്ച്. റിയൽ ഇമേജ് വരയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമായിരുന്നു, പക്ഷെ വെർച്വൽ ഇമേജ് കാണിക്കാൻ ഡോട്ടഡ് ലൈൻസ് വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. സോ
You can fill the details. Position of the image എവിടെയാ? Between F and P. Position of the image എവിടെയാണ്? Behind the mirror. മിററിന്റെ പുറകിലല്ലേ? Behind the mirror. Now, size of the image എന്താ? ഒബ്ജക്റ്റിനെക്കാളും വലുതല്ലേ? So size of the image is enlarged. And what is the nature of the image? That is the very important point. Nature of the image is virtual and തലതിരിഞ്ഞാണ് ഇപ്പൊ നിൽക്കുന്നത്, അല്ല ഇത് നേരെയല്ല നിൽക്കുന്നത്. Virtual and erect. So this is the most important case that you have to note. Virtual and erect വരുന്ന ഒരു കേസ് ഇതാ. അന്നേരം ഒബ്ജക്റ്റ് എവിടെയാണ് നമ്മൾ വെക്കുന്നത്? Between F and P. So that is, you have to note this as a special case. That is the end of the image formation by concave mirror. ഇനി നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 6 പോയിന്റ്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ യൂസസ് ഓഫ് കോൺകേവ് മിറർ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടോർച്ചസ്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടോർച്ചസ്, സെർച്ച് ലൈറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ കാറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വെഹിക്കിളിൻ്റെ ഒക്കെ ഹെഡ് ലൈറ്റ്സ്, ഇതിനകത്തൊക്കെ നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ഇതിനകത്ത് ഇപ്പം ഹെഡ്ലൈറ്റ്സിനകത്തൊക്കെ അല്ലെങ്കിൽ ഈ ടോർച്ചസിനകത്തൊക്കെ നമ്മൾ ഈ ഒരു കോൺകേവ് മിറർ വെച്ചിട്ട് നമ്മൾ ഈ ബൾബ് ഫിക്സ് ചെയ്യുന്നത് ഫോക്കസിലാണ്. നമ്മൾ ബൾബ് ഫോക്കസിൽ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇതിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് റേസ് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇമേജ് എവിടെ പോയാൽ ഫോം ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിലാണ് പോയി ഫോം ചെയ്യുന്നത്. കാരണം നമ്മൾ പഠിച്ചായിരുന്നു ഒബ്ജക്റ്റ് ഫോക്കസിലാണെങ്കിൽ നമ്മളുടെ ഇമേജ് ഫോം ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി ആണെന്ന്. കേസ് 5-നകത്ത് നമ്മൾ ഇപ്പം അങ്ങോട്ടേക്ക് പഠിച്ചതേ ഉള്ളൂ. സോ ആ കേസാണ് ഇതിനകത്തൊക്കെ ആപ്ലിക്കബിൾ ആവുന്നത്. അന്നേരം ഈ ടോർച്ചസ്, സെർച്ച് ലൈറ്റ്സ്, വെഹിക്കിൾസ്, ഇതിനകത്തൊക്കെ നമ്മൾ മിറർ ഫിക്സ് ചെയ്തിട്ട് ഈ മിററിന്റെ ഫോക്കസിലാണ് നമ്മൾ ബൾബ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ലൈറ്റ് വന്നിട്ട് ഇമേജ് വന്ന് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലായിരിക്കും. സോ നമുക്ക് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള പാരലൽ ബീംസ് കിട്ടും. ഈ കേസിനകത്ത് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള പാരലൽ ബീംസ് കിട്ടും. ഇങ്ങനത്തെ ഈ കേസ് 5 ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ അവർ ചോദിക്കും ഇപ്പോൾ എക്സാമിനകത്ത് ഈ ആപ്ലിക്കേഷൻ്റെ റേ ഡയഗ്രാം വരയ്ക്കൂ എന്ന് പറയുവാണെങ്കിൽ നമ്മൾ കേസ് 5-നകത്ത് പഠിച്ച ആ റേ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത് ആണുങ്ങളൊക്കെ ഷേവ് ചെയ്തില്ല. സോ ദർ ഇസ് മിറേഴ്സ് നോൺ ആസ് ഷേവിംഗ് മിറേഴ്സ്. പിന്നെ നമ്മുടെ ഡെന്റിസ്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മുടെ പല്ലൊക്കെ നോക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു മിററുണ്ട്. സോ ഈ ഷേവിംഗ് മിററിനകത്ത് കോൺകേവ് മിറർ യൂസ് ചെയ്യാൻ കാരണം, ഷേവിംഗ് മിററിനകത്ത് കോൺകേവ് മിറർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എൻലാർജ്ഡ് ഇമേജ് ഓഫ് ആർ ഫേസ് കിട്ടും. ഓക്കെ, വലുതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എൻലാർജ്ഡ് ഇമേജ് ഓഫ് ആർ ഫേസ് കിട്ടും. ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ കോൺകേവ് മിറർ വെച്ച് അവർ നോക്കുമ്പം നമ്മളുടെ ആ പല്ലിൻ്റെയും എൻലാർജ്ഡ് ഇമേജ് അവർക്ക് കാണാൻ പറ്റും. സോ concave mirror is used as shaving mirror and dentist also use it to get the enlarged image of face and teeth. So ഇതിന്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ കേസ് 6 നമ്മൾ ലാസ്റ്റ് പഠിച്ച വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് വരുന്ന കേസ് 6 ആണ് ഇതിന്റെ റേ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ വരുന്നത്. കാരണം ഈ ഒരു കേസിനകത്ത് നമ്മളുടെ ഒബ്ജക്റ്റ്, അതായത് ഇപ്പം ടീത്ത് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ആണെങ്കിലും നമ്മൾ അടുപ്പിച്ച് പിടിച്ച് object would be between the pole and the focus, and നമുക്ക് image നമുക്ക് behind the mirror enlarged image ആയിട്ട് virtual and erect image ആയിട്ട് നമുക്ക് കിട്ടും. അടുത്തത് we use large concave mirror. എവിടെയാണെന്ന് വെച്ചാൽ ഈ സോളാർ ഫർണേസസിലൊക്കെ നമുക്ക് സൺലൈറ്റിൻ്റെ ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വലിയ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഈ വലിയ കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ആ കേസിൽ നമ്മളുടെ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയാണ്. ഒബ്ജക്റ്റ് നമ്മളുടെ സണ്ണാണ്. ആ സണ്ണിൻ്റെ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യാൻ പോകുന്നത്? ഈ ലാർജ് കോൺകേവ് മിററിൻ്റെ ഫോക്കസിൽ. അപ്പോൾ ആ ഫോക്കസ് പോയിന്റിൽ ഇവർ ആ ഒരു ഫോക്കസ് പോയിന്റിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ലാർജ് കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം സണ്ണിൽ നിന്ന് വരുന്ന എല്ലാ റേസും ആ ഒരു ഫോക്കസ് പോയിന്റിൽ വന്നിട്ട് അവിടെ നല്ല ചൂടായിരിക്കും. ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വി യൂസ് ദ ലാർജ് കോൺകേവ് മിറേഴ്സ് ടു കോൺസെൻട്രേറ്റ് സൺലൈറ്റ് വിച്ച് പ്രൊഡ്യൂസ് ഹീറ്റ് ഇൻ സോളാർ ഫർണേസ്. ഇതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ കേസ് 1 ആണ് വരയ്ക്കേണ്ടത്. സോ അതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, യൂസസ് ഓഫ് കോൺകേവ് മിറർ നന്നായിട്ട് അറിയണം. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഗെറ്റ് പവർഫുൾ പാരലൽ ബീംസ്,
enlarged image of the face, enlarged image of the teeth, to concentrate sunlight to produce heat in the solar furnace. ഇതിൻ്റെ യൂസസ് അറിയണം. ആൻഡ് ഓൾസോ ഇതിൻ്റെ റേ ഡയഗ്രാം ഏതാണെന്ന്, ആ കേസ് എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ റേ ഡയഗ്രാം ഏതാണെന്ന് അവർ ചോദിക്കുമായിരിക്കും. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഏത് കേസ്, നമ്മൾ പഠിച്ച 6 കേസിനകത്ത് ഏത് ഡയഗ്രാമാണ് വരയ്ക്കേണ്ടതെന്നും എല്ലാവരും ഓർത്തിരിക്കണം. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് ക്ലാസ്. സോ bye until we meet the next time for the next class.